ഇന്നത്തെ ബ്രേക്കിംഗ് വാർത്തയെ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്താണ് സൈഫുനിസ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത എന്ന് പറയുന്നത് നടി ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. 30 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശം പരാമർശം, അശ്ലീല കമന്റുകൾ നടത്തിയ ആളുകൾക്കെതിരെയാണ് ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഈ 30ഓളം പേരിൽ പലരും വ്യാജ ഐഡിയിലുള്ളവരാണ്, ചിലർ യഥാർത്ഥ ഐഡിയിലുള്ളവരാണ്. ഇവരെ കണ്ടെത്തി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് എറണാകുളം സെൻട്രൽ ACP നമ്മളോട് പറഞ്ഞത്. 30 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഹണി റോസ് ഇത് സംബന്ധിച്ച പരാതി പോലീസിൽ നൽകിയത്. ഇന്നലെ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഹണി റോസ് ഇട്ടിരുന്നു. പക്ഷെ അതൊരു വ്യക്തിക്കെതിരെയായിരുന്നു. ഈ വ്യക്തിക്കെതിരെ നിലവിൽ പരാതി നൽകിയിട്ടില്ല. ഒരു മുന്നറിയിപ്പ് എന്നോണമാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പരസ്യമായ പൊതുവേദിയിൽ ഉദ്ഘാടന ചടങ്ങുകളിലടക്കം ചെല്ലുമ്പോൾ മോശം പരാമർശം നടത്തുന്നു, അശ്ലീല പരാമർശം നടത്തുന്നു, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു പരാതി പറഞ്ഞുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഹണി റോസ് ഇട്ടിരുന്നത്. പക്ഷേ ഇയാൾക്കെതിരെ നിലവിൽ പരാതി നൽകുന്നില്ല. ഇനിയും ഇത്തരം മോശം പരാമർശങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് ഇന്നലെ പറഞ്ഞത്. പ്രമുഖനായ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സുകാരനായ ഇത്തരം മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള ആളാണ്. നമുക്ക് തുറന്നു തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് വിവിധ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ്. നമ്മൾ ആ പേര് പറിച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെയാണ് ഉദ്ദേശിച്ചത് എന്ന മട്ടിലാണ് പലതരത്തിലുള്ള പ്രചരണം നടക്കുന്നത്. നമുക്ക് നിശ്ചയമില്ല. ബോബി ചെമ്മണ്ണൂരിന്റെ പേര് നേരിട്ട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ അത് ബോബി ചെമ്മണ്ണൂരാണോ എന്ന് നമുക്ക് നിശ്ചയമില്ല കേട്ടോ. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ വിവിധ പരിപാടികളിൽ ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ്. ആ പശ്ചാത്തലത്തിൽ അത് ബോബി ചെമ്മണ്ണൂർ ആയിരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് സൈഫുനിസ പേര് പറയാത്തത്. അപ്പോൾ ഈ ഉദ്ദേശിച്ച ആ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ടുമില്ല എന്ന് വെച്ചാൽ ദ്വയാർത്ഥ പ്രയോഗമായതുകൊണ്ട് തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കാം കൊടുക്കാത്തത്. നേരിട്ടല്ലല്ലോ അത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. എന്നാൽ മറ്റു രീതിയിൽ അശ്ലീലകരമായ കമന്റുകൾ ഇട്ടവർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. കാരണം അതിൽ ഹണി റോസ് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകും. അഭിഭാഷകരുമായി ആലോചിച്ചപ്പോൾ നിലവിൽ ഫേസ്ബുക്കിൽ ഇത്തരം ഒരു കുറിപ്പിടുമ്പോൾ പോലും ആളുടെ പേര് പറയേണ്ട, പേര് പറയാതെ തന്നെ ആളുകൾക്കൊക്കെ ആളെ മനസ്സിലായിട്ടുണ്ടല്ലോ എന്നാണ് ഹണി റോസ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംശയിക്കുന്ന പേരുകാരൻ തന്നെയാണ് എന്നാണ് ഹണി റോസിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ നിലവിൽ ഇയാൾക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കാൻ ഹണി റോസ് തയ്യാറായിട്ടില്ല. ഇനിയും ഈ രീതിയിൽ മോശം പരാമർശങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഈ അശ്ലീല കമന്റുകൾ ഇട്ടിരിക്കുന്ന ആളുകൾക്കെതിരെ 30 പേർക്കെതിരെ ആണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ ചിലപ്പോൾ പ്രതിപട്ടിക കൂടാനും സാധ്യതയുണ്ട്. കാരണം ഈ ഫേസ്ബുക്കിലെ ഇത്തരം പരാമർശങ്ങളെല്ലാം പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇനി കൂടുതൽ പരാതികൾ അതല്ലെങ്കിൽ കൂടുതൽ പേർക്കെതിരെ നടപടി വേണം എന്നുള്ളത് ഹണി റോസ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഈ പ്രതിപട്ടിക കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹണി റോസിനെതിരെ മോശം കമന്റ് ഇട്ട, അശ്ലീല കമന്റുകൾ ഇട്ട ആളുകൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അരുൺകുമാർ, ഇവരുടെ പേരുകൾ കിട്ടിയിട്ടുണ്ടോ അതോ ഫേസ്ബുക്ക് ഐഡിയിലാണോ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്? തീർച്ചയായും വിവിധ ഫേസ്ബുക്ക് ഐഡികൾ എന്ന പേരിലാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പലരുടെയും ഫേക്ക് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ യഥാർത്ഥ പേരുകാർ തന്നെയാണ് എങ്കിൽ അവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് സെൻട്രൽ ACP പറഞ്ഞത്. അതല്ല എങ്കിൽ ഈ വ്യാജ പേരുകാരാണ് എങ്കിൽ അവരുടെ IP അഡ്രസ് അടക്കം നോക്കി ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം ആവശ്യങ്ങൾക്കായി സൈബർ പോലീസിനെയും സമീപിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സൈഫുനിസ ആലിയാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീ അവരിങ്ങനെ ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീയാണ്, അവരൊരു നടിയാണ്. അപ്പോൾ ആ നടിയുടെ ഒരു മാന്യതയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതല്ലേ പുറത്തുള്ള ആളുകൾ. അപ്പോൾ അവരെയൊക്കെ വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാൻ വേണ്ടിയിട്ട് ചില കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങിക്കൊള്ളും. അവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? പക്ഷേ ഇവരിൽ പലരുടെയും ID ഫേക്ക് ആയിരിക്കും. ഞരമ്പന്മാർക്ക് അല്ലെങ്കിലും മുഖം ഉണ്ടാവത്തില്ലല്ലോ. അവർക്ക് മുഖം ഒളിപ്പിച്ചായിരിക്കുമല്ലോ ഈ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും വലിയ കഷ്ടമായി പോയി. 30 ഞരമ്പന്മാർക്കെതിരെയാണ് ഹണി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. വീട്ടുകാരൊക്കെ അറിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മോശമല്ലയോ? അപ്പോൾ എന്താ പറയുക.